വെൽക്കം ടു ഡ്രീം ഷോർ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ PSCയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടിങ് പഠിക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ്ങിൽ ഒട്ടും ബേസ് ഇല്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ +1 +2 ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന്, അതായത് കോമേഴ്സ് പഠിക്കുന്ന +1 +2 ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിൽ നല്ലൊരു ബേസ് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം +1ൻ്റെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നും പഠിക്കേണ്ടത്, അതിനനുസരിച്ച് നമുക്ക് അത് പഠിച്ചു പോവാം. അതിനുശേഷം BCom ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാം. അങ്ങനെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ പ്രിലിമിനറി എക്സാം ആകുമ്പോഴേക്കും നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിങ്ങിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകളെന്ന് പറയുന്നത് ഇപ്പോൾ +1ന് ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന ക്ലാസ്സുകളാണ്. കാരണം +1 ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലായിരിക്കും ഈ ക്ലാസ്സുകൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് ഫൈനൽ അക്കൗണ്ട്സ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ് ഒന്ന് പോയി കാണണം. അതിൽ നമ്മൾ കുറച്ച് ടേംസ് പഠിച്ചിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് നമ്മൾ ഡിപ്രിസിയേഷൻ വരെയാണ് പറഞ്ഞത്. ഇനി ബാക്കി നമുക്ക് കുറച്ചുകൂടെ ടേംസ് പഠിക്കാനുണ്ട്. ആ ടേംസാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാമിന് നിങ്ങൾക്ക് നല്ല വിജയം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. അക്കൗണ്ട്സ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിപ്രിസിയേഷൻ വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. ഏതൊക്കെ ടേംസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്നുള്ള കാര്യമാണ്. ഫൈനൽ അക്കൗണ്ട്സ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണെന്ന് പറഞ്ഞു, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, ദെൻ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആൻഡ് നെക്സ്റ്റ് ഡിപ്രിസിയേഷൻ. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്കിനി നോക്കാനുള്ളത് ബാഡ് ഡെബ്സിനെ കുറിച്ചാണ്. ബാഡ് ഡെബ്സ് മീൻസ് എനി ഇറിക്കവറബിൾ പോർഷൻ ഓഫ് സൺട്രി ഡെപ്റ്റേഴ്സ്. എനി ഇറിക്കവറബിൾ പോർഷൻ ഓഫ് സൺട്രി ഡെപ്റ്റേഴ്സ് ഈസ് ടേംഡ് ആസ് ബാഡ് ഡെബ്സ്. അതായത് നമുക്ക് സൺട്രി ഡെപ്റ്റേഴ്സ്, നമുക്ക് ഏതെങ്കിലും എമൗണ്ട് നമ്മൾ കടങ്ങളെന്ന് പറയും അല്ലേ. നമുക്ക് ഇറിക്കവറബിൾ പോർഷനായിട്ട് നമുക്ക് എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള എമൗണ്ടാണ് ഈ ബാഡ് ഡെബ്സ്. പക്ഷേ നമുക്കത് കിട്ടിയിട്ടില്ല. The irrecoverable portion of amount is known as bad debts. Irrecoverable portion of amount ആണ് bad debts. When a businessman sells goods on credit, it usually happens that the amount due from some of the debtors may not be received. These irrecoverable debts are called bad debts and is a loss for him. അപ്പോൾ ഈ bad debts എന്ന് പറയുന്നത്, നമ്മൾ ഒരു ബിസിനസ്മാൻ ഗുഡ്സ് ക്രെഡിറ്റ് സെയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെ കിട്ടാത്ത എമൗണ്ടിനെ നമ്മൾ കടങ്ങളാണ് അല്ലേ. ഇറ്റ് ഈസ് ലാബിലിറ്റി. അതൊരു ലാബിലിറ്റിയാണ്, ഒരു ലോസാണ് ബിസിനസ്മാൻ. അയാൾക്ക് കിട്ടാനുള്ള ഒരു എമൗണ്ടാണ് അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് എ ലോസ് ടു ഹിം. അതിനെയാണ് നമ്മൾ ബാഡ് ഡെബ്സ് എന്ന് പറയുന്നത്. നമ്മൾ ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് ബാഡ് ഡെബ്സ് അക്കൗണ്ട് ടു സൺട്രി ഡെപ്റ്റേഴ്സ് എന്നാണ് നമ്മൾ എൻട്രി എഴുതുന്നത്. ബാഡ് ഡെബ്സ് അക്കൗണ്ട് ടു സൺട്രി ഡെപ്റ്റേഴ്സ് എന്നാണ് അതിൻ്റെ ജേണൽ എൻട്രി നമ്മൾ എഴുതുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. Sometimes the businessman finds on the last day of the accounting year that certain debts are doubtful. That is, the payment to be received may or may not be received. ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്ന് പറയാൻ കാരണം, ചില സമയത്ത് ബിസിനസ്മാന് അവർക്ക് കിട്ടാനുള്ള ചില എമൗണ്ട് അവർക്ക് തന്നെ ഡൗട്ടാണ്, ഇത് കിട്ടിയേക്കാം, ഉറപ്പില്ല അല്ലേ, കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യാം, ഉറപ്പില്ല. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്ന് പറയുന്നത്. However, it cannot be written off as bad because non-recovery of such amount is not certain. അപ്പോൾ നമുക്കത്
ബാഡാണെന്ന് തള്ളിക്കളയാൻ പറ്റില്ല, കാരണം നമുക്കത് കിട്ടുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല, ചിലപ്പോൾ നമുക്ക് കിട്ടിയേക്കാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഗോൾഡൻ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടൻസി ദാറ്റ് anticipated losses must be provided. Anticipated losses must be provided. So in order to show the sundry debtors as its true value in the books and also to provide for future losses, a method is followed in bookkeeping called creation of provision reserve against sundry debtors. Provision or റിസർവ് ആയിട്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്യും. അക്കൗണ്ടിങ്ങിൽ നമുക്കങ്ങനെ എമൗണ്ട് കിട്ടാനുള്ളതുണ്ടെങ്കിൽ നമ്മളതൊരു പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ആയിട്ടാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് അക്കൗണ്ട്, അതാണ് അതിൻ്റെ ജേണൽ എൻട്രി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഡൗട്ട്ഫുൾ ആണ്. ദ പേയ്മെൻറ്റ് ടു ബി റിസീവ്ഡ് മേ ഓർ മേ നോട്ട് ബി റിസീവ്ഡ് ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നെക്സ്റ്റ് പോയിൻ്റ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ആണ്. Some of the customers at the end of the year may be able to earn cash discount if they make the payment within the period of credit. The actual payment will be received in the next year and therefore discount also will be allowed only in the next year. But since the book debts have arisen during the current year, it is reasonable that the discount to be allowed should be treated as loss for the current year. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? Some of the customers at the end of the year may be able to earn cash discount. ചില കസ്റ്റമേഴ്സിന് ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടും അല്ലേ, അവർക്ക് ഇത്ര എമൗണ്ടിന് അവർ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡിസ്കൗണ്ട് അവർക്ക് കൊടുക്കും. എങ്ങനെയാണെങ്കിലാണ്, ഇഫ് ദേ മേക്ക് ദ പേയ്മെൻറ്റ് വിത്തിൻ ദ പീരിയഡ് ഓഫ് ക്രെഡിറ്റ് അല്ലേ, പെട്ടെന്ന് തന്നെ വിത്തിൻ ദ പീരിയഡ് ഓഫ് ക്രെഡിറ്റ് അവർ ആ ഒരു എമൗണ്ടിൻ്റെ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലേ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താ ചെയ്യുക, ആക്ച്വൽ പേയ്മെൻറ്റ് വിൽ ബി റിസീവ്ഡ് ഇൻ ദ നെക്സ്റ്റ് ഇയർ ആൻഡ് ദെർഫോർ ഡിസ്കൗണ്ട് ഓൾസോ വിൽ ബി അലൗഡ് ഇൻ ദ നെക്സ്റ്റ് ഇയർ. നെക്സ്റ്റ് ഇയറിലാണ് അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് ഓൾസോ വിൽ ബി റിസീവ്ഡ് ഇൻ ദ നെക്സ്റ്റ് ഇയർ. അങ്ങനെയുള്ള സിറ്റുവേഷൻ ദെർഫോർ a provision is made in the profit and loss account for the year for an anticipated amount of discount to be paid to debtors in the subsequent year. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് മനസ്സിലാക്കുക. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. Provision for discount on debtors is made by debiting profit and loss account and crediting provision for discount on debtors account. അത് ഓർത്ത് വെക്കുക. Provision for discount on debtors is made by debiting profit and loss account and crediting provision for discount on debtors account. Next one is provision for discount on creditors. Provision for discount on creditors. The provision for discount on creditors is made by crediting profit and loss account and debiting provision for discount on creditors account. എങ്ങനെയാണ്? Prompt payment to creditors enables a businessman to earn discount from them. Where a businessman is receiving discount regularly, he can make a provision for the same, since he is likely to receive the discount from the creditors in the following year. So, a provision is made in the profit and loss account of the year for an anticipated amount of discount to be received from the creditors in the subsequent year. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷനാണ് അല്ലേ. പ്രൊവിഷൻ സോ മെയ്ഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ആൻ ഇൻകം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒരു ഇൻകമാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു വെഞ്ചറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ദ പ്രൊപ്രൈറ്റർ ഇൻ ദ ബിസിനസ് ഈസ് കൺസിഡേർഡ് ടു ബി എ ലോൺ ഗിവൺ ബൈ ഹിം ടു ദ ബിസിനസ് and he had deposited his amount in the bank or invested in government securities, he would have earned interest at the current market rate. ഒരു കറണ്ട് മാർക്കറ്റ് റേറ്റിൽ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കും അല്ലേ.
So the interest calculated on capital will be treated as a business expense. അതൊരു ബിസിനസ് എക്സ്പെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആസ് ഹിസ് പേഴ്സണൽ ഗെയിൻ, ഒരു പേഴ്സണൽ ഗെയിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ടു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാപിറ്റൽ അക്കൗണ്ടാണ് അതിൻ്റെ ജേണൽ എൻട്രി ആയിട്ട് വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാപിറ്റൽ അക്കൗണ്ടാണ് അതിൻ്റെ ജേണൽ എൻട്രി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. എന്തൊക്കെ പഠിച്ചു? ബാഡ് ഡെബ്റ്റ്സ്, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ആൻഡ് ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ബാക്കി വരുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ ടേംസൊക്കെ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ടേംസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം എക്സാമിന് പല രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഓരോന്നും എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്